ഇതിങ്ങനെ കത്തുകയാണ്. കത്തുന്ന വിരക്ക് ഊരിന കൗക്കോലൊക്കെ ലാഭം എന്ന് പഴമക്കാരൊരു മൊഴി പറയലുണ്ട്. എന്നതുപോലെ ഇത് ഈ കത്തുന്ന ഈ സമയത്ത് ഊരുന്ന കൗക്കോലൊക്കെ പരമാവധി ലാഭീകരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. സ്വലാത്ത് കവചമാക്കണം. വഹുവിയ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൻ യലിജന്നാറ മൻ സല്ല അലയ്യ, എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയവൻ നിശ്ചയം നരകത്തിൽ കിടക്കൂല. ഒരു ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഇഷ്കോടുകൂടി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻ നരകത്തിൽ കിടക്കൂല. വല്ലാത്തൊരു ഹദീസാണ്. വറുവിയ അന്നനബിയ സല്ലല്ലാഹു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സല്ല അലയ്യ മിഅത്ത മറ, 100 തവണ ഒരാൾ എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ തസഹ്സഹത്തിന്നാറു അൻഹു മിഅത്ത ആമിൻ, നരകം അവനിൽ നിന്ന് 100 കൊല്ലത്തെ വൈദൂരത്തിൽ അകന്നു നിൽക്കും. സഹ്സഹ ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന. ആ സഹ്സഹനേക്കാളും കുറച്ച് ശക്തിയുള്ളതാണ് തസഹ്സഹ. നരകം അവനിൽ നിന്ന് മാത്സര്യത്തോടെ അകന്നു നിൽക്കും 100 വർഷം. അഥവാ അവൻ 100 വർഷം സഞ്ചരിച്ചാലേ നരകം കാണുന്നുള്ളൂ. ദിവസവും 100 സ്വലാത്തില്ല. മറ്റൊരു ഹദീസ് വറുവിയ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അക്സറുക്കും അലയ്യ സ്വലാത്തൻ അക്സറുക്കും ഫിൽ ജന്നത്തി അസ്വാജൻ, നിങ്ങളെ കൂട്ടത്തിൽ വെച്ച് സ്വലാത്താൽ അധികരിച്ചവൻ സ്വർഗത്തിൽ ഇണകളാൽ അധികരിച്ചവനാണ്. ആണും പെണ്ണൂട്ടോ, ഭാര്യമാരാൽ എന്ന് വെക്കണ്ട, ഇണകളാൽ എന്ന് വെച്ചാൽ മതി. എന്തേ, ഭാര്യമാർക്ക് പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുണ്ടാകുന്ന വിവരം എല്ലാവരും ഒക്കെ കേൾക്കും, അതിനെപ്പറ്റി ചർച്ച ഉണ്ടാവും. പെണ്ണിന് ആണുണ്ട് എന്നുള്ള വിവരം ആരും ചർച്ച ചെയ്യലില്ല. പെണ്ണിനാണുണ്ട്. മറിയം ബീവിക്ക് ഭർത്താവേ ഉണ്ടായില്ല. മറിയം ബീവിൻ്റെ ഭർത്താവ് മറിയം ബീവിക്കാരാണ് നാളെ പരലോകത്ത് ഏറ്റവും രാജ്ഞിയായി ജീവിച്ച് സ്വർഗത്തിൽ ഒരു പെണ്ണിൻ്റെ പേര് പറഞ്ഞപ്പോൾ അത് മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേര് പറഞ്ഞ് അത്രയും വലിയ മഹത്വമുള്ള രാജാത്തിയായ മറിയം ബീവിക്ക് രാജാവായ മുത്തുനബി തന്നെ. ഫിർഔൻ എന്ന രാജാവിൻ്റെ ഭാര്യയായ ആസിയ ബീവിക്ക് ഫിർഔൻ നരകത്തിൽ പോയതുകൊണ്ട് പിന്നെ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹയാകുന്ന മുഅ്മിനത്തായ ഭാഗ്യവതിയായ ആ ഉമ്മാക്ക് ആരെന്നെ ചേർന്നത്? മുത്തുനബി തന്നെ ചേർന്നത്. അവരൊക്കെ കല്യാണം കഴിക്കുന്ന കല്യാണത്തിൻ്റെ പേരല്ലേ തൃക്കല്യാണം. അപ്പോൾ ഇവിടെ നിന്ന് ഭർത്താക്കന്മാർ മരിച്ചു പിരിഞ്ഞു, മൊഴി ചൊല്ലിപ്പിരിഞ്ഞു, അല്ലെങ്കിൽ തീരെ ഭർത്താക്കന്മാരെ കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടിയ ഭർത്താക്കന്മാർ നരകത്തിൽ പോയി. ഈ ഘട്ടങ്ങളിലെല്ലാം അവർക്ക് സ്വർഗക്കാരായ ഭർത്താക്കന്മാരെ ആണുങ്ങളായി ഇണകളായി നൽകും. ഏറ്റവും കൂടുതൽ സ്വലാത്തിന് പക്ഷെ ഒരു ഇണ മാത്രമേ അപ്പോൾ ഒരുപാട് ഇണകൾ കിട്ടിയാൽ ഉണ്ടാകുന്ന ഗുണഗണങ്ങളുള്ള മഹാത്മ്യമുള്ള ഇണയെ കൊടുക്കും. പെണ്ണുങ്ങൾ കൂടുതൽ സ്വലാത്ത് ചെല്ലുമ്പോൾ 1000 ഭർത്താവ് 1000 ഇണകൾ പുരുഷന്മാർക്ക് കൊടുക്കുമ്പോൾ 1000 ഇണകളുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും സൗന്ദര്യങ്ങളുമൊക്കെ ആവാഹിക്കുന്ന, അതിനെയെല്ലാം സംഭരിച്ച ഒരു പുരുഷനെയായിരിക്കും ആ പെണ്ണിന് കൊടുക്കുക. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഖൂലുല്ലാഹു തബാറക വതആല, ഖുദ്സി ഹദീസ്, അല്ലാഹ് പറയുന്നു, യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബിയെ, മൻ സല്ല അലൈക, ആരെങ്കിലും നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലൈതു അലൈഹി, ഞാൻ അവൻ്റെ മേലിൽ സ്വലാത്ത് നിർവഹിക്കും. വമൻ സല്ലമ അലൈക, ആരെങ്കിലും തങ്ങളുടെ മേൽ സലാം ചൊല്ലിയാൽ സല്ലംതു അലൈഹി, ഞാൻ അവൻ്റെ മേൽ സലാം ചൊല്ലും. മറ്റൊരു ഹദീസ് കൂടി വായിച്ച് നമുക്ക് സ്വലാത്തിലേക്ക് തുടങ്ങാം. നബി അന്നഹു, നിശ്ചയമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല ഇന്നൽ അബ്ദല യസ്അലുൽ ഹാജത്ത, ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് എൻ്റെ ആവശ്യം ചോദിക്കും. വലാ യുസല്ലി അലയ്യ അഖിബ സുആലി, ചോദിച്ച ഉടനെ എൻ്റെ മേൽ സലാത്ത് ചൊല്ലിയിട്ടുണ്ടാവില്ല. ഫതുർഫഉൽ ഹാജത്തു അലാ സഹാബത്തി, അവൻ്റെ ആവശ്യത്തിന് മേഘത്തിലേക്ക് ഇങ്ങനെ ഉയർത്തപ്പെടും. ഫഇദാ സ്വല്ല അലയ്യ,
എൻ്റെ മേൽ അവൻ സ്വലാത്ത് ചൊല്ലിയാൽ ഖുളിയത്ത് ഹാജത്തുഹു, അവൻ്റെ ഹാജത്തിനെ വീട്ടപ്പെടും. വസ്തുജീബ ദഅവത്തുഹു, അവൻ്റെ ദുആഇനെ ഉത്തരം നൽകപ്പെടും. വഫുത്തിഹത്ത് ലഹു അബ്വാബുസ് സമായി, ആകാശത്തിൻ്റെ കവാടങ്ങളെ അവനിക്ക് വേണ്ടി തുറക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ദുആ സ്വീകരിക്കണമെങ്കിൽ ഏത് വേണം? ദുആ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ സ്വലാത്ത് ചെല്ലണം. ഒരാവശ്യം അല്ലാഹുവിനോട് ചോദിച്ച് കിട്ടണമെങ്കിൽ അതെന്താണ്? അത് ആകാശത്തിലേക്ക് കയറിപ്പോകണമെങ്കിൽ സ്വലാത്ത് ചെല്ലണം. സ്വലാത്തിൻ്റെ സീല് വെച്ച്, സ്വലാത്താകുന്ന സീല് വെച്ചിട്ട് അയക്കണം. സ്വലാത്ത് കൊണ്ട് തുടങ്ങി ആ വിഷയത്തെ ചോദിക്കണം. ദുആഇൻ്റെ ഖബൂലിനുള്ള നിബന്ധനകളിൽപ്പെട്ടതാണ് ഹംദ് സ്വലാത്ത് കൊണ്ട് തുടങ്ങണം, സ്വലാത്ത് കൊണ്ട് അവസാനിക്കണം. അല്ലാഹുവേ നീ കബൂലാക്കണേ പഠിച്ചോനെ. അപ്പം നമുക്ക് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا